ഏവർക്കും ഉത്തരായിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വെളിച്ചപ്പാടൻ. നമ്മുടെ ഉത്തര ആസ്ട്രോളജി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും വീഡിയോ ഷെയർ ചെയ്യണമെന്നും കമൻ്റ് എഴുതണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് രുദ്രാക്ഷ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. രുദ്രാക്ഷം 1 മുഖം മുതൽ 14 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളാണ് പൊതുവെ അവൈലബിൾ ആയിട്ട് ഉള്ളത്. അതിൽ 5 മുഖത്തിൻ്റെ രുദ്രാക്ഷമാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതും പൊതുവെ ലഭിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ളതും 5 മുഖമുള്ള രുദ്രാക്ഷമാണ്. മറ്റുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരണം കൂടിയാണ് നമ്മളിതിൽ പ്രതിപാദിച്ചു പോകുന്നത്. 1 മുഖം മാത്രമുള്ളത് ശിവസ്വരൂപം എന്ന സങ്കല്പത്തിലാണുള്ളത്. 2 മുഖമുള്ളത് ഗൗരി ശങ്കരമാണ്. 3 മുഖമുള്ളത് അഗ്നിസ്വരൂപം. 4 മുഖമുള്ളത് ബ്രഹ്മസ്വരൂപം. 5 മുഖമുള്ളത് കാലാഗ്നി സ്വരൂപം. 6 മുഖമുള്ളത് മുരുകസ്വരൂപം. 7 മുഖമുള്ളത് കാമദേവ സ്വരൂപം. 8 മുഖമുള്ളത് വിനായക സ്വരൂപം. 9 മുഖമുള്ളത് ഭൈരവ സ്വരൂപം. 10 മുഖമുള്ളത് ജനാർദ്ദന സ്വരൂപം. 11 മുഖമുള്ളത് ആ പേരുപോലെ തന്നെ ഏകാദശ സ്വരൂപം. 12 മുഖമുള്ളതും അതുപോലെ തന്നെയാണ് ദ്വാദശാദിത്യ സ്വരൂപം. 13 മുഖമുള്ളത് കാർത്തികേയ സ്വരൂപം. 14 മുഖമുള്ളത് പരമശിവ സ്വരൂപം. ഇത്രയുമാണ് ഓരോ മുഖത്തിൻ്റെയും പേര് വിവരങ്ങൾ തന്നെ ഉള്ളത്. രുദ്രാക്ഷം എത്രത്തോളം ചെറുതായിരിക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ ഫലസിദ്ധി കുറവും, രുദ്രാക്ഷം എത്രത്തോളം വലുതായിരിക്കുന്നോ അത്രത്തോളം അതിൻ്റെ ഫലസിദ്ധി കൂടുതലുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വളരെ വലുപ്പമുള്ള രുദ്രാക്ഷം സാധാരണ ജനങ്ങൾക്ക് ധരിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് മിക്ക ആളുകളും അവർക്ക് കഴുത്തിൽ ധരിക്കാവുന്ന തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ധരിക്കുന്നത്. രുദ്രാക്ഷത്തിൻ്റെ വില 5 മുഖത്തിൻ്റെ രുദ്രാക്ഷത്തിന് ഏകദേശം 50 രൂപ, ഒരെണ്ണത്തിന് 50 രൂപ മുതൽ 500 രൂപ വരെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വില കേരളത്തിൽ പൊതുവെ നടക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള, അതായത് നാച്ചുറലായി നമുക്ക് ലഭിക്കുന്ന മരത്തിൽ നിന്നും വീണ് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള രുദ്രാക്ഷമൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. നിരവധി ക്ഷേത്ര പരിസരങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രുദ്രാക്ഷത്തിൻ്റെ കായ് ലഭിക്കുക എന്ന് പറയുന്നൊരു ഭാഗ്യം തന്നെയാണ്. ഈശ്വര ചിന്തയോടുകൂടി നിത്യവും വിളക്ക് വെച്ച് ആരാധിച്ച് ആ രുദ്രാക്ഷ മരത്തെ സംരക്ഷിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന രുദ്രാക്ഷത്തെ നല്ല ശുദ്ധിയോടുകൂടി എടുത്ത് ഉണക്കി കഴുകി വൃത്തിയാക്കി ഉണക്കി അതൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സമ്പ്രദായം ചെയ്യുന്ന പല ആളുകളും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്രകാരമുള്ള ഒരാളെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിരുന്നു. അത് കൊല്ലം ജില്ലയിലെ പുനലൂർ അഞ്ചൽ റൂട്ടിലുള്ള മണിയാർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു സ്വാമിയാണ് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയും അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണുകയും അവിടുത്തെ രുദ്രാക്ഷം മരത്തെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുകയും, അതുപോലെ അദ്ദേഹം കഴിഞ്ഞ 21 വർഷമായി അദ്ദേഹം ജോലി ചെയ്യുന്ന എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വനത്തിനുള്ളിലേക്കാണ് കടന്നു പോകേണ്ടത്. വലിയ റബ്ബർ എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിനുള്ളിലേക്ക് നമുക്ക് വാഹനവുമായിട്ട് പോയി അവിടെ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം 4-4.5 കിലോമീറ്റർ ദൂരെയുള്ള ഉൾവനത്തിൽ പോയി അവിടെ ഒരു ക്ഷേത്രം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിലുള്ള സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹമാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, അത് ഏകദേശം 2 അടി പോലും ഇല്ലാതിരുന്ന ഒരു ശിലയാണ്. ഇപ്പോൾ അത് ഏകദേശം 7 അടിക്ക് മേലെ വളർന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അദ്ദേഹത്തിന് സഹായമില്ലാതെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ആണ് ഞാനവിടെ ക്ഷേത്രത്തിൽ പോയത്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ആ എസ്റ്റേറ്റിനകത്ത് പോയി ആ 4 കിലോമീറ്റർ ദൂരം കാർ സഞ്ചരിച്ച് അവിടെ വാഹനം പോകാനുള്ള വഴിയെല്ലാം അവിടെ ഉണ്ട്. അവിടെ അതുവഴി പോയി ഞാനത് നിങ്ങളെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ആ യാത്രയും കാര്യങ്ങളും കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ശിവ സങ്കല്പത്തിലുള്ള രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം കൂടി നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഓരോ സ്വരൂപത്തിലുള്ള ഓരോ മുഖ രുദ്രാക്ഷങ്ങൾ ധരിച്ചാൽ, 1 മുഖത്തിൻ്റെത് മുതൽ 14 മുഖത്തിൻ്റെ രുദ്രാക്ഷങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നുള്ളതിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് പ്രതിപാദിച്ചു പോകാം. 1 മുഖത്തിൻ്റെ
രുദ്രാക്ഷമാണ് ശിവസ്വരൂപം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് ബ്രഹ്മഹത്യാ പാപം തീർക്കും എന്നുള്ളതാണ്. 2 മുഖത്തിൻ്റെത് ഗൗരി ശങ്കരമാണ്. അത് അറിയാതെയുള്ള പാപങ്ങളെ തീർക്കുന്നതിന് വേണ്ടിയാണത്രേ ഈ 2 മുഖത്തിൻ്റെ രുദ്രാക്ഷം നമ്മൾ ധരിക്കുന്നത്. 3 മുഖത്തിൻ്റെത് അഗ്നിസ്വരൂപമാണ്, സ്ത്രീഹത്യാ പാപം തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. 4 മുഖത്തിൻ്റെത് ബ്രഹ്മസ്വരൂപമാണ്, നരഹത്യാ പാപം നശിക്കുന്നതാണ്. 5 മുഖത്തിൻ്റെത് കാലാഗ്നി സ്വരൂപമാണ്, സർവ്വപാപശമനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 5 മുഖത്തിൻ്റെത് പൊതുവെ പ്രചാരത്തിലുള്ളതും ആളുകൾ പൊതുവെ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 6 മുഖത്തിൻ്റെ രുദ്രാക്ഷം ധരിക്കുന്നത് മുരുക സ്വരൂപമാണ്, അഥവാ സുബ്രഹ്മണ്യ സ്വരൂപമാണ്. ഇത് വലത് കൈയിലാണ് ധരിക്കേണ്ടത്. വലത് കൈയിൽ ധരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപം കൂടി തീർക്കുമെന്ന് പറയുന്നു. 7 മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് കാമദേവ സ്വരൂപമാണ്. അത് സുവർണസ്തേയം മുതലായ പാപങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. 8 മുഖത്തിൻ്റെത് വിനായക സ്വരൂപമാണ്. കള്ളത്തരം, അന്യസ്ത്രീ വഞ്ചന, ഗുരുപത്നിയെ സ്പർശിച്ച ശേഷം ഉണ്ടാകുന്ന ശാപങ്ങൾ അതെല്ലാം നീക്കുന്നതിന് വേണ്ടിയാണ് വിനായക സ്വരൂപത്തിലുള്ള ഈ 8 മുഖ രുദ്രാക്ഷം ധരിക്കേണ്ടത്. 9 മുഖ രുദ്രാക്ഷം ഭൈരവ സ്വരൂപമാണ്. ഇത് ഇടത് കൈയിലാണ് ധരിക്കേണ്ടത്. മഹാബലവാനായി തീരുമെന്ന് പറയുന്നു. ഭക്തിയും മുക്തിയും സിദ്ധിക്കും. 1000 ഭ്രൂണഹത്യാ പാപവും 100 ബ്രഹ്മഹത്യാ പാപവും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. അതാണ് 9 മുഖ രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത. 10 മുഖ രുദ്രാക്ഷം ധരിച്ചാൽ അത് ജനാർദ്ദന സ്വരൂപമാണ്. ദുഷ്ടഗ്രഹം, പിശാച്ച്, പ്രേതം, വേതാളം, ബ്രഹ്മരക്ഷസ് മുതലായവ ഒന്നും അടുത്തു വരികയില്ലെന്നും സർപ്പവിഷവും ബാധിക്കില്ലെന്നും പറഞ്ഞിരിക്കുന്നു. 11 മുഖം രുദ്രാക്ഷം ഏകാദശ സ്വരൂപമാണ്. ഇത് ശിരസ്സിലാണ് ധരിക്കേണ്ടത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില സന്യാസി വര്യന്മാരൊക്കെ കുടുംബയ്ക്ക് മേലെയായിട്ട് ഒരു രുദ്രാക്ഷം ധരിച്ചിരിക്കാൻ നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. അതാണ് 11 മുഖ ഏകാദശ സ്വരൂപം എന്ന് പറയുന്ന രുദ്രാക്ഷമാണ്. 1000 അശ്വമേധവും 100 വാജപേയവും ചെയ്ത് പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. 12 മുഖ രുദ്രാക്ഷം ദ്വാദശാദിത്യ സങ്കല്പമാണ്. ഇത് ചെവിയിലാണ് ധരിക്കേണ്ടത്. ഫലം സൂര്യപ്രീതി, അശ്വമേധം, ഗോമേധം തുടങ്ങിയ യാഗങ്ങൾ ചെയ്യുന്ന ഫലം ഉണ്ടാക്കുമെന്ന് പറയുന്നു. ജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഇല്ലാതാക്കുകയും ലോകമാന്യത ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 13 മുഖത്ത് രുദ്രാക്ഷം കാർത്തികേയ സ്വരൂപമാണ്. ഇത് കാർത്തികേയന് തുല്യമാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. 14 മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് സാക്ഷാൽ പരമശിവന് തുല്യമാകും. പരസ്ത്രീഗമനവും മത്സ്യമാംസാദികളും ഉപേക്ഷിക്കണം. 14 മുഖ രുദ്രാക്ഷമാണ് ഏറ്റവും കൂടുതൽ നിഷ്ഠകൾ. എല്ലാ രുദ്രാക്ഷം ധരിക്കുമ്പോഴും പ്രത്യേക ചിട്ടവട്ടകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. എടുത്തു പറയേണ്ടത് രുദ്രാക്ഷം ധരിക്കുന്നത് ഇപ്പോൾ 14 മുഖത്തിൻ്റെ രുദ്രാക്ഷം പറഞ്ഞിരിക്കുന്നത് പരസ്ത്രീഗമനം, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ മുഖങ്ങളുള്ള 1 മുഖം മുതൽ 14 മുഖം വരെയുള്ള രുദ്രാക്ഷമായിക്കോട്ടെ, ഏത് രുദ്രാക്ഷമായിക്കോട്ടെ നിങ്ങൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യഭിചാരം പാടില്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വ്യഭിചാരം പോലും പാടില്ല എന്ന ചിന്ത ഉള്ളവർക്ക് മാത്രമാണ് ഈ രുദ്രാക്ഷം ധരിക്കാൻ യോഗ്യത ഉണ്ടാകുന്നത്. അതുപോലെ എല്ലാവർക്കും പൊതുവെയുള്ള ഒരു സംശയമാണ് ഈ രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാമോ എന്നുള്ളത്. രുദ്രാക്ഷം ധരിക്കുന്നത് തുലാമാസത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തികൾ മാത്രം അവരുടെ ഗൃഹസ്ഥിതി പരിശോധിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യേണ്ടതാണ്. അതായത് സൂര്യൻ അനിഷ്ടഭാവത്തിൽ കൂടി വന്നാൽ തുലാമാസത്തിൽ മാത്രം ജനിക്കുന്ന വ്യക്തികൾക്ക് സൂര്യൻ അനിഷ്ടഭാവത്തിൽ കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് രുദ്രാക്ഷം ധരിക്കുന്നത് പൊതുവെ ദോഷപ്രദമായാൽ അവർ ഒരു ആഴ്ചയെങ്കിലും ആ രുദ്രാക്ഷം കയ്യിൽ വെച്ച് പരീക്ഷിച്ചതിന് ശേഷം മാത്രം ധരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു വിഷമമുള്ളതായിട്ട് കാണുന്നില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തീർച്ചയായിട്ടും ശുദ്ധിയോടുകൂടി ധരിക്കേണ്ടതാണ്. നിങ്ങൾ സൂര്യദേവ ഭജനവും ശിവഭജനവും ഒക്കെ ഉള്ളവർക്കാണ് ഈ രുദ്രാക്ഷം ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്നതെന്ന് നിരവധി ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈയിടെ രുദ്രാക്ഷം ലഭിക്കുന്ന ഒരു വീട്ടിൽ നേരിട്ട് സന്ദർശിക്കുകയും അവിടെ ഇരിക്കുന്ന രുദ്രാക്ഷത്തിൻ്റെ കണക്കുകളെ കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ അത്ഭുതം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ഈ കഴിഞ്ഞ 21 വർഷമായി അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലുള്ള ജോലി കൂടാതെ ആ ജോലിക്ക് ശേഷമുള്ള കിട്ടുന്ന സമയങ്ങളിലൊക്കെയാണ് അദ്ദേഹം ഒരു നേരത്തെ പൂജയാണ് ക്ഷേത്രത്തിൽ ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് നിത്യനിദാനത്തിനുള്ള ചിലവുകളില്ലാത്തൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും കൊണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് ആ ക്ഷേത്രത്തിലേക്ക് വേണ്ടതായിട്ടുള്ള എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൂജാദ്രവ്യങ്ങളോ നൽകി ആ ക്ഷേത്രത്തെ സഹായിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ പറയുന്ന പുനലൂർ ഭാഗത്താണ് അവർ താമസിക്കുന്നത്. അദ്ദേഹം വിവാഹിതനല്ല. അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ മാതാവുമൊത്താണ് താമസിക്കുന്നത്. ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്ക് ഇടപെടുകയും അദ്ദേഹത്തിന് അതുപോലെ തമിഴ്നാട്ടിൽ നിരവധി ക്ഷേത്രങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യനുമാണ്. സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം
നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ചിലപ്പോൾ സംഭാഷണ രീതിയൊക്കെ നമുക്ക് തോന്നിയേക്കാമെങ്കിൽ സംശയം തോന്നാം, നമ്മളെ രുദ്രാക്ഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുമോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭാഷണമാണ്. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് 21 വർഷമൊക്കെ നിർലോഭം ഒരു ഭഗവാനെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇവിടം വരെ എത്തിച്ച് ഒരു ക്ഷേത്രത്തെ 21 വർഷമായിട്ട് ഒന്നും ലാഭേച്ഛയില്ലാതെ ഒരു ക്ഷേത്രം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വരുന്നവർക്ക് എത്ര തുകയ്ക്കുള്ളതാണ്, ഇത്രയാണ് എൻ്റെ തുക എന്ന് പോലും പറയാതെ രുദ്രാക്ഷമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈവിക ചിന്ത എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തോട് വലിയ ബഹുമാനം ഉണ്ടാകുകയും ചെയ്തു എന്നാണ് സത്യം. നമ്മൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൈയെടുത്ത് തൊഴുതിട്ട് മടങ്ങുകയുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ആ അമ്മയുടെ നിന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് ലഭിച്ചത്. വളരെ സാധുക്കൾ. അവർ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നു, എസ്റ്റേറ്റിൽ ജോലി ചെയ്തിട്ട് അവിടെ താമസിക്കുന്നു. അതിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ബഹുഭൂരിപക്ഷവും പൈസയും എടുത്തിട്ട് ഈ ക്ഷേത്രത്തിന് വേണ്ടി ചിലവാക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ ആദിവാസി സമ്പ്രദായ പ്രകാരമുള്ള ഒരു പൂജാതി ക്രമങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പടിത്തരം പോലുള്ള സമ്പ്രദായങ്ങളൊന്നും അവിടെ ഇല്ല. ഞങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു ആഴ്ചയിലത്തേക്ക് എണ്ണ മേടിക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ ഒരു മാസത്തെ എണ്ണ മേടിക്കാനുള്ള പൈസയോ നേരിട്ട് കൊടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ ബന്ധപ്പെട്ടാൽ മതിയാകുന്നതാണ്. ഞാനും അതിനുള്ള ഏർപ്പാട് ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അവിടെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം ആ പറയുന്ന സമയത്ത് നമ്മൾ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിനി ഈ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയതും അവിടുത്തെ രുദ്രാക്ഷ മരത്തെ കണ്ടതും അവിടുത്തെ രുദ്രാക്ഷം ഞാൻ സെലക്ട് ചെയ്തതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഞാൻ ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 5 മുഖത്തിൻ്റെ നിരവധി രുദ്രാക്ഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ രുദ്രാക്ഷം ഞാൻ അതുപോലെ ഒരു ചെറിയൊരു മാല ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നു. പിന്നെ കാറിൽ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള എനിക്കൊരു വെള്ളി കെട്ടിയ ഒരു വലിയ രുദ്രാക്ഷം കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വാങ്ങി എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ഞാൻ തുക അദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് വന്നത്. അത് പോരാ എന്നെനിക്കറിയാം, പക്ഷേ എന്നാലും എൻ്റെ ഉണ്ടായിരുന്ന പൈസ ഞാൻ കൊടുത്തിട്ടാണ് വന്നത്. എങ്കിലും വീണ്ടും അദ്ദേഹത്തെ ഇപ്പോൾ നിലവിൽ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തമിഴ്നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹത്തെ കാണണമെന്നും നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ രുദ്രാക്ഷത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു സമയം ഞാൻ പോകുന്ന സമയം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രുദ്രാക്ഷം ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ആ പറയുന്ന പൈസ എല്ലാം കൊടുത്തിട്ട്, അദ്ദേഹം പറയാറില്ല, മാന്യമായൊരു തുക കൊടുത്തിട്ട് നമുക്കത് രുദ്രാക്ഷം വാങ്ങാം എന്നുള്ളൊരു ഉറപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ സഹായിക്കുമെന്നുണ്ടെങ്കിൽ വിളക്കിനെണ്ണ വാങ്ങിക്കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ അദ്ദേഹവുമായി സഞ്ചരിച്ച വഴികളും അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ക്ഷേത്രവും ചെറിയ സംവിധാനമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊക്കെയാണ് ഇവിടെ 15 കോടിക്കും 25 കോടിക്കും ഒക്കെ അമ്പലങ്ങൾ കെട്ടി നമ്മൾ ഭക്തി പുരസ്സരം നമ്മൾ നോക്കുന്നതെങ്കിൽ സേവിക്കുന്നതെങ്കിൽ അവിടെ ഷീറ്റിട്ട് മറച്ച ഒരു സ്ഥലത്ത് സ്വയംഭൂവായിട്ടുള്ള ഇപ്പോൾ 7 അടിയോളം 7 അടിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു സ്വയംഭൂവായിട്ടുള്ള ഒരു വിഗ്രഹത്തെ, ഒരു ശിലയെ അവർ ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പത്തിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആരാധനകളിൽ വ്യത്യാസമൊന്നും നമുക്ക് ആരാധനകളിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ മാനസിക സന്തോഷത്തിന് വ്യത്യാസമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് പറയാൻ കാരണം പറവൂർ ശ്രീധരൻ തന്ത്രി പറഞ്ഞതുപോലെ ഒരു കഷ്ണം ഫലമോ ഒരു കഷ്ണം പച്ചക്കറിയോ ഉണ്ടെങ്കിൽ നമുക്ക് പിതൃക്കളെയോ ദേവന്മാരെയോ പ്രീതിപ്പെടുത്താം എന്ന് പറയുന്നത് തുല്യം. അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഒരു പൂവ് കൊണ്ടാണെങ്കിൽ ശരി എന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് കെട്ടിപ്പൊക്കിയിട്ടുള്ള 20 കോടിയുടെയോ അല്ലെങ്കിൽ 50 കോടിയുടെ ക്ഷേത്രത്തെക്കാൾ ഇതുപോലുള്ള സാധുക്കളായ ജനങ്ങൾ കൊണ്ടു നടക്കുന്ന ക്ഷേത്രങ്ങൾ കൂടി ഉണ്ട് എന്നും കൂടെ നമ്മൾ അറിയേണ്ടതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കാളസർപ്പ യോഗത്തെക്കുറിച്ചാണ്. കാളസർപ്പ യോഗത്തിൻ്റെ 12 വിഭാഗത്തിലുള്ള കാളസർപ്പ യോഗങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അടുത്ത വീഡിയോയ്ക്കായി ദയവായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ നന്ദി, നമസ്കാരം. അങ്ങനെ രുദ്രാക്ഷ മരം കണ്ടെത്താനും ശ്രീ മോഹൻ സ്വാമിയുടെ
സത്യപ്പാറ ത്രിമൂർത്തി ക്ഷേത്രം കണ്ടുപിടിക്കാനുമായി ഞാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര പുറപ്പെട്ടു. യാത്ര പുനലൂരിൽ നിന്നും അഞ്ചൽ റോഡിൽ കയറി മണിയാർ, അഷ്ടമംഗലം, ആയിരനെല്ലൂർ, വിളക്കുപാറ, RPL എന്ന എസ്റ്റേറ്റിലാണ് എത്തേണ്ടത്. ആദ്യം എസ്റ്റേറ്റിലെത്തി അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചാൽ ആ വീടിന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന 16 വർഷം പഴക്കമുള്ള, എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം 100 വർഷത്തിന് മേലെയുണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു രുദ്രാക്ഷമരം, വലിയ രുദ്രാക്ഷമരം ഉണ്ടെന്നും ആ മരം കണ്ടെത്തിയതിന് ശേഷം അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ സത്യപ്പാറ ത്രിമൂർത്തി ക്ഷേത്രം സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു മനോഹരമായ ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ഈ സമയത്താണ് കേരള സർക്കാർ ഈ റോഡ് ഇത്രയും നല്ല ഭംഗിയുള്ള റോഡാക്കി മാറ്റിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ശരിയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ 2 മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ 3 മാസത്തിന് മുമ്പ് ഇവിടെ ഞാൻ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം സൗകര്യമായിട്ട് നമുക്ക് വാഹനം ഓടിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയാകുമായിരുന്നു എന്നിവിടെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഇതുവഴി KSRTCയുടെ ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലമോ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഏത് സ്ഥലത്തു നിന്നും ഇവിടെ നിന്ന് വരുന്നു എന്ന് എനിക്ക് പറയാൻ നിർവാഹമില്ല, എനിക്കത് അറിയത്തില്ല. ഇത് ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. അയ്യപ്പ ക്ഷേത്രം അദ്ദേഹം മുമ്പ് പൂജ ചെയ്തൊരു ക്ഷേത്രമാണെന്ന് പറഞ്ഞിരുന്നു. ഇനി ഈ കയറ്റമെല്ലാം ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ പമ്പ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇടത് ഭാഗത്ത് കാണുന്ന വലിയ തരത്തിലുള്ള കൊക്കയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ അതിശയം ഉണ്ടാകും. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പുനലൂർ ഭാഗത്ത് ഇങ്ങനെ ഒരു എസ്റ്റേറ്റ് ഉള്ളതായിട്ടും അതിനിടയിൽ കൂടി അവിടേക്ക് എത്താൻ വേണ്ടി ഇത്രത്തോളം ഉള്ള ഒരു റോഡ് മാർഗമുണ്ടെന്നും അവിടെ ഇതുപോലുള്ള ജനങ്ങൾ അധിവസിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് വലിയ അതിശയം തന്നെയായിരുന്നു. ഇതാണ് ആ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണെന്ന് പറഞ്ഞിരുന്നു. ഇടത് ഭാഗത്ത് വളരെ വലിയ കൊക്കയാണ് ഈ കാണുന്നത്. ഞങ്ങളന്ന് വണ്ടി ചെറുതായിട്ട് നിർത്തിയിട്ട് നോക്കി. നല്ല താഴേക്ക് ചാടാൻ പോലും അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള വലിയ കൊക്കയാണത്. അവിടെ നിന്ന് വണ്ടി മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ വീടെത്തി. വീട്ടിൽ വണ്ടി കയറി ചെല്ലുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തൊരു വീട്ടിൻ്റെ വാതയ്ക്ക് ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ടാണ് അങ്ങോട്ട് പോയത്. ഇതാണ് രുദ്രാക്ഷമരം. ഏകദേശം 16 വർഷം മാത്രം പഴക്കമുള്ള ഒരു രുദ്രാക്ഷമരമാണ്. പക്ഷേ ഇത് കണ്ടാൽ 100 വർഷത്തിന് മേലെ പ്രായമുള്ള മരമാണെന്നാണ് ആൾക്കാരെല്ലാം തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നു 16 വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നിത്യവും വിളക്ക് വെച്ച് ആരാധിക്കുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാവായിട്ടുള്ള വള്ളിക്കണ്ണ് എന്ന് പറയുന്ന അമ്മയും വിളക്ക് കത്തിച്ച് ആരാധനയോടുകൂടി കൃത്യമായി ആചരിച്ച് വളർത്തി വലുതാക്കിയ ഒരു വൃക്ഷമാണ് ഈ രുദ്രാക്ഷമരം. ഇതിൽ നിന്ന് ലഭിക്കുന്നത് നല്ല ബലമുള്ള കൃത്യതയുള്ള രുദ്രാക്ഷമായതുകൊണ്ടാണ് ആൾക്കാർക്ക് വലിയ താല്പര്യം. ഈ രുദ്രാക്ഷം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചാക്ക് കണക്കിന് രുദ്രാക്ഷമാണ് തമിഴ്നാട് ഭാഗത്തേക്ക് അദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആശ്രമത്തിലും ക്ഷേത്രങ്ങളിലൊക്കെ അദ്ദേഹം നിരവധി മാലകളാക്കിയും അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ടും ചെയ്തിരുന്നു. ഇവിടെ താല്പര്യമുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിന് ഈ ഒരു മാന്യമായ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാങ്ങാവുന്നതാണ്. ഏകദേശം നല്ല രുദ്രാക്ഷത്തിന് 5 മുഖത്തിൻ്റെ ഇത് 5 മുഖ രുദ്രാക്ഷം ആണ് ഈ കാണുന്നതെല്ലാം. അദ്ദേഹത്തിൻ്റെ ചാക്ക് കണക്കിരിക്കുന്ന രുദ്രാക്ഷം അപ്പുറത്തെ മുറിയിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. സഞ്ചിയിലും ചെറിയ ചാക്കുകളിലൊക്കെ ആയിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന രുദ്രാക്ഷമാണ്. ഇത് വൃത്തിയായി സൂക്ഷിച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും 3 ദിവസം നമ്മൾ എള്ളെണ്ണയിലോ കടുകെണ്ണയിലോ നമ്മൾ ഇട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം തന്നുവിട്ടിരിക്കുന്ന മാലയും രുദ്രാക്ഷവും ലോക്കറ്റും ഒക്കെ ഞാനതങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 3 ദിവസം എണ്ണയിലിട്ട് വെച്ചതിന് ശേഷം മാത്രമാണ് പുറത്തിലിട്ടത്. ഇതാണ് അമ്മയുടെ പേരാണ് വള്ളിക്കണ്ണ്, അതാണ് മകനാണ്, അതാണ് മോഹൻസ്വാമി. കഴിഞ്ഞ 21 വർഷമായി സത്യപ്പാറ ത്രിമൂർത്തി ക്ഷേത്രം നടത്തുന്ന സ്വന്തമായിട്ട് അദ്ദേഹം ഒരു ക്ഷേത്രം ഡെവലപ്പ് ചെയ്ത് അവിടെ ഒരു ത്രിമൂർത്തിയുടെ സ്വയംഭൂ ശിലയുമൊക്കെ ഉള്ള കണ്ടെത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ക്ഷേത്രങ്ങളുമായിട്ടും നിരവധി സന്യാസ മഠങ്ങളുമായിട്ടുമൊക്കെ നല്ല ബന്ധമുള്ള മനുഷ്യനാണ്. അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള മാലയാണ് പല മാലകളും അതിനകത്തുണ്ട്. മുരുകന് ചാർത്തിയിരിക്കുന്നത് 6 മുഖത്തിൻ്റെ മാലയാണ്. ഇത് അദ്ദേഹം കാണിക്കുന്നത് 8 മുഖത്തിൻ്റെ മാലയാണെന്ന് ഇത് കാണിക്കുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. എല്ലാ രുദ്രാക്ഷമാലകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഹെഡുള്ളത് നമുക്ക് കിട്ടും, മുഖങ്ങളുള്ളത് കിട്ടും. പക്ഷേ അത് ചിലപ്പോൾ അപൂർവമായിട്ട് മാത്രമായിരിക്കും 4 മുഖത്തിൻ്റെയോ 6 മുഖത്തിൻ്റെ 8 മുഖത്തിൻ്റെയോ കിട്ടുന്നത്. പൊതുവേ കിട്ടുന്നത് 5 മുഖം തന്നെയാണ്.
എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെറിയ മാലയും വലിയ മാലയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മരം വളരെ ചെറിയ പ്രായമായിരുന്ന സമയത്ത് ആരോഗ്യമുള്ള ഇതിൻ്റെ കായകൾ കിട്ടിയതാണ് ഈ വളരെ വലിപ്പം കുറഞ്ഞിട്ടുള്ള രുദ്രാക്ഷമായിട്ട് അദ്ദേഹം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മരം വലുതായപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയ ബലമുള്ള രുദ്രാക്ഷവും കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫലസിദ്ധി വലിയ രുദ്രാക്ഷത്തിൻ്റെ ആണ് എപ്പോഴും ഫലസിദ്ധി ഉണ്ടാകുന്നത്. കഴുത്തിൽ ഒരു രുദ്രാക്ഷമായിട്ട് ധരിക്കുന്നവർ നിരവധിയാണ്, മാലയായിട്ട് ധരിക്കുന്നവർ നിരവധിയാണ്. എനിക്ക് അത് വെള്ളിയിൽ കിട്ടാൻ വേണ്ടി ഇതേ വലുപ്പത്തിലുള്ള രുദ്രാക്ഷം 2 മാല കെട്ടാനുള്ള രുദ്രാക്ഷം ഞാൻ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ ഒരു മാല നമുക്ക് ഈ കാണുന്ന മാലയും ഞാനത് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അദ്ദേഹം തട്ടാര കൊണ്ട് ശരിയാക്കിച്ചിട്ടൊരു മാലയാണ്, അത് ഞാനത് വാങ്ങിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ആ മരത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്ന രുദ്രാക്ഷമാരെന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാറിലിടുന്നതിന് വേണ്ടി അദ്ദേഹം എനിക്ക് ലോക്കറ്റ് തന്നിരുന്നു. വളരെ സന്തോഷത്തോടു ഞാൻ സ്വീകരിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് വന്നത്. അതുപോലെ ആർക്കെങ്കിലും രുദ്രാക്ഷം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ മോഹൻ സ്വാമിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവിടെ ഒറ്റയ്ക്ക് എത്തിപ്പെടുക വളരെ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ വിളിച്ച സമയം സന്ദർഭം ചോദിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ അദ്ദേഹത്തോടുകൂടി അവിടെ വന്ന് ഇതൊക്കെ കാണാനും ഇതൊക്കെ ആ ഒരു ഏരിയയൊക്കെ പരിചയപ്പെടാനും ഒക്കെ നമുക്ക് വലിയ സന്തോഷമുണ്ടാവും. ഇത് ആറുമുഖമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് നടുക്ക് കാണുന്നത് റിങ്ങുകളെ കാണുന്നത് പഞ്ചലോഹമാണ്. പഞ്ചലോഹം കൂടിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേക പൂജാവിധാനത്തിലൊക്കെ അദ്ദേഹം അത് ധരിച്ചുകൊണ്ട് പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. നല്ല മനുഷ്യരാണ്, നിഷ്കളങ്കരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ്. അങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് ഇങ്ങനെയുള്ള ജനങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ട്. ഈ ലാഭേച്ഛയില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യണം, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും ഈ ഭൂമിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലുള്ള ഈ മോഹൻ സ്വാമിയെ പോലുള്ള ഈ മോഹൻ സ്വാമിയുടെ മാതാവ് വള്ളിക്കണ്ണെന്ന് പറയുന്ന അമ്മയെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ ഇല്ലായ്മയിൽ കൂടെ വളർന്നു വന്നാലും ഇല്ലായ്മയിൽ കൂടെ ജീവിച്ചാലും ശരി, അവർ ആ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വഴിപാടുകളും കാര്യങ്ങളും. ഇത് രസമണി എന്നാണ് പറയുന്നത്. ഇത് മൊത്തത്തിൽ തന്നെ വെള്ളിയാണ്. അകത്ത് ഹോള് മാത്രമേ ഉള്ളൂ, അകത്ത് പൊള്ളയല്ല. ഇത് ചരടിൽ കോർത്ത് കഴുത്തിൽ കണ്ഠത്തോട് ചേർത്ത് കെട്ടിയിടുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇത് ഭയപ്പാട് നീങ്ങുന്നതിന് വേണ്ടി വളരെ നല്ലതായിട്ട് പണ്ടുള്ള ആചാര്യന്മാർ പറയുന്നുണ്ട്. അതിന് പ്രത്യേക മന്ത്രജപങ്ങളൊക്കെ നടത്തുന്നതായിട്ടും തന്ത്രിമാർ പറഞ്ഞിട്ടുള്ളതാണ്. അത് പൊതുവെ ഷടാധാരമൊക്കെ പിടിച്ചാണ് ചെയ്യാറുള്ളതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നും തുടർന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സത്യപ്പാറ ത്രിമൂർത്തി ക്ഷേത്രം കാണാനുള്ള ആഗ്രഹത്തിൽ അദ്ദേഹത്തോടൊപ്പം 4 കിലോമീറ്റർ ദൂരം കാറിൽ സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. ഒറ്റപ്പുറം പോകുന്നത് വലിയ റിസ്ക്കാണ്, വഴി അറിയത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തിൻ്റെ ഇടതുവശത്ത് ഇരിപ്പുണ്ട്. ഞങ്ങളങ്ങനെ ആ പ്രദേശത്തൂടെ പോവുകയാണ്. ഇവിടെ RPLൻ്റെ റബ്ബർ പാലെടുക്കാൻ വരുന്ന വാഹനങ്ങളും അല്ലെങ്കിൽ അവരുടെ മെയിൻ്റനൻസിന് വരുന്ന മറ്റു വാഹനങ്ങളും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വരുന്ന ആ വാഹനങ്ങളൊക്കെ മാത്രമേ നമുക്ക് ആ റോഡിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരു വാഹനം അവിടെ നിർത്തി ഇടുന്നത് ശ്രദ്ധയിൽ വരുന്നതാണ്. പക്ഷേ ആ സമയത്ത് നോക്കുന്ന മരങ്ങളുടെ ഒരു ഘടനയുണ്ട്, ഭയങ്കര വ്യൂ ആണ്. നമ്മളിതൊക്കെ ഒരുപക്ഷെ വീഡിയോയിലൊക്കെ നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോരിത്തിരിപ്പുണ്ടാകും. പക്ഷേ ഇതുപോലെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ തന്നെ ഉണ്ടെന്നൊക്കെ നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കാഴ്ച. ഭയങ്കര ഗംഭീരം തന്നെ പറയേണ്ടത് ഒരു അവസ്ഥ തന്നെയാണ്. ഈ കണ്ണിന് കുളിരേകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത്. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. ചെറിയ 2 അരുവികൾ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ചാടിയാണ് നമ്മൾ വണ്ടി പോയത്. ചാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് വോൾസ്വാഗൻ്റെ വെൻഡോ കാറാണ്, വലിയ പൊക്കക്കുറവാണ്. അപ്പോൾ താഴെയൊക്കെ തട്ടാതെ രീതിയിലൊക്കെ എടുത്ത് വലിയ റിസ്ക്കിലാണ് വന്നത്. ഞങ്ങളേതായാലും അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ക്ഷേത്രം നമുക്കിപ്പോൾ കാണാം. അവിടെ തകരത്തിൻ്റെ ഷീറ്റുകളൊക്കെ കൊണ്ട് മറച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് അദ്ദേഹത്തിന് ഭക്തർ കൊടുക്കുന്ന സംഭാവനകൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി അതുകൊണ്ട് സുരുക്കൂട്ടി പ്രത്യേകിച്ച് ലാഭേച്ഛ ഒന്നുമില്ലാതെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ കോടികൾ മുടക്കി 20 കോടിക്കും 30 കോടിക്കും ഒക്കെ അമ്പലം കെട്ടുമ്പോൾ ഇവിടെ 10 രൂപയുടെ എണ്ണ മാത്രം മേടിച്ച് ഒരു വിളക്ക് കത്തിച്ച് ഒരു ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അഭിമാനം വാനോളം ഉയർത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഇത്രയും ഉൾവനത്തിൽ വന്നിട്ട് അദ്ദേഹം അവിടെ ഒരു
തകര ഷീറ്റൊക്കെ വെച്ച് മറച്ച് മറ്റ് മൃഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതെല്ലാം അദ്ദേഹം ചെയ്തത് വലിയ സന്തോഷം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം അവിടെ 2 സർപ്പങ്ങളുണ്ട്, എപ്പോഴും വരികയും പോവുകയും ചെയ്യുന്ന 2 സർപ്പങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ശരിയായിരിക്കാം. കാരണം ഇങ്ങനെയുള്ള അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു കൗതുകം തോന്നിയേക്കാം. ഏതായാലും ശരി, അവരുടെ സാന്നിധ്യം അദ്ദേഹം സഹായിക്കട്ടെ. അത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് മലദൈവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആരാധനാ ആലയമുണ്ട്. അതിനുശേഷം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഏകദേശം 2 അടി മാത്രം ഉണ്ടായിരുന്നൊരു ശിലയാണ് ഇപ്പോൾ അത് 7 അടിയോളം വളർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത്. ത്രിമൂർത്തികളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. എല്ലാവർക്കും ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. എല്ലാവരും കഴിയുന്ന പോലെ ഒരു സഹായം അദ്ദേഹത്തിന് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ കൂടത്തിൽ എഴുതിയിടുന്നതാണ്. നിർദോഷിയായിട്ടുള്ള വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിന് എന്തെങ്കിലും ഉന്നതി ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.